ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് ധീരൻ. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഭീഷ്മപർവ്വത്തിന്റെ റൈറ്ററായ ദേവദത്ത് ഷാജിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവനാണ് നായകൻ. അതുപോലെ ജഗദീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, മനോജ് കജയൻ തുടങ്ങി സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഒരുപാടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഈ ധീരൻ എന്ന് പറയുന്നത് ഈ രാജേഷ് മാധവന്റെ ക്യാരക്ടറാണ്. ആള് ചെറുപ്പത്തിൽ കാണിക്കുന്ന ഒരു ധീരതയ്ക്ക് കിട്ടുന്ന അവാർഡ് കിട്ടുന്നുണ്ട്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവന് ധീരൻ എന്നുള്ള പേരിൽ ഇവനെ എല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവരും ഇവനെ വെറുക്കുകയാണ്, ഈ ക്യാരക്ടറിനെ എല്ലാവരും വെറുക്കുകയാണ്. അതേസമയം അത് ഒരു പ്ലോട്ടാണ്. അതിന്റെ സമയത്ത് വെളിനാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു മരണം, കൊല്ലപ്പെട്ട ആരാണെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു മരണം, മരിച്ചയാളുടെ ബോഡി കൊണ്ടുവരാൻ വേണ്ടി ഈ നാട്ടുകാര് പോകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ഈ ആരാണ് മരിച്ചതെന്ന് പറയുന്നത് സ്പോയിലർ ആയിട്ടുള്ള കാര്യമാണ്. സിനിമ കാണുമ്പോഴത്തേക്ക് അതിന്റെ ആസ്വാദനം നഷ്ടപ്പെടും. അങ്ങനെ പോകുന്നൊരു യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ല, കോമഡി ഒന്നും ശരിക്കും വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ നല്ല ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു ബുക്കൊക്കെ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നല്ല ക്യാരക്ടറൈസേഷൻ, ഇതിനകത്ത് ധീരൻ എന്ന് പറയുന്ന രാജേഷ് മാധവൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അതുപോലെ ഇതിലെ ക്യാരക്ടറൈസേഷൻ ഒക്കെ അടിപൊളിയായിട്ടുള്ള ജഗദീഷന്റെ ആണെങ്കിലും സുധീഷന്റെ ആണെങ്കിലും അശോകൻ ചേട്ടന്റെ ആണെങ്കിലും മനോജ് കജയൻ, എല്ലാവരുടെയും ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കഴിയുമ്പോൾ ഒന്നുമില്ല ഈ സിനിമയിൽ. കോമഡി ആയിട്ടൊന്നുമില്ല, കോമഡി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കിയതൊന്നും വർക്കായിട്ടില്ല. ചുമ്മാ കണ്ടിരിക്കാം എന്നുള്ള രീതിയിലുള്ളൂ. പക്ഷെ നല്ല ഇത് നമ്മളൊരു സ്റ്റോറി ആയിട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ പലരുടെ പെർസ്പെക്റ്റീവ്, ഒരാളെ ബാക്കിയുള്ളവർ എങ്ങനെ നോക്കി കാണുന്നു, ശരിക്കും നടന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പെർസ്പെക്റ്റീവ്, അങ്ങനെയൊക്കെ ഒരു നരേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ചു നേരം ഉള്ളെങ്കിലും അതിന് കൊടുത്തിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷൻ, ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ എല്ലാം പക്കായായിരുന്നു. പക്ഷെ കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ചുമ്മാ കണ്ടിരിക്കാൻ ഒരു സാധാരണ സിനിമ, ഒരു ആവറേജ് സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളൂ, ചുമ്മാ ഒന്ന് കണ്ടിരിക്കാം.